Okay, next topic, stability of a cantilever retaining wall. ഓക്കെ, അതായത് നമ്മളിപ്പോ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു പർട്ടിക്കുലർ റീറ്റെയിനിങ് വോൾ സ്റ്റേബിൾ ആണോ എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടി വരും. ഓക്കെ, അതായത് അത് സേഫ് ആയിട്ട് നിന്നോളും ഓരോ കണ്ടീഷനിലും, അത് ഓക്കെ ആണെന്നുള്ളത്. അതായത് വെറുതെ ആ ബെൻഡിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിസൈൻ ചെയ്യുന്നത് മാത്രമല്ല, അത് സ്റ്റേബിൾ ആണെന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. ഓക്കെ, അപ്പൊ സ്റ്റെബിലിറ്റി ഓഫ് എ കാൻഡിലിവർ റീറ്റെയിനിങ് വോൾ. ആ കാൻഡിലിവർ റീറ്റെയിനിങ് വോൾ മേ ഫെയിൽ ഇൻ ദ ഫോളോയിങ് കേസസ്. അപ്പൊ കാൻഡിലിവർ റീറ്റെയിനിങ് വോൾ ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഫെയിൽ ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 ഓവർ ടേണിങ് കാരണം, 2 സ്ലൈഡിങ് കാരണം, 3 ബെൻഡിങ് കാരണം, 4 ഫെയിലിയർ ഓഫ് ദ അണ്ടർ സോയിൽ. അതായത് സോയിലിന്റെ ഫെയിലിയർ കാരണം ബോട്ടത്തിൽ വരുന്നത്. ഓക്കെ, അതായത് പ്രോപ്പർ ആയിട്ട് ആ സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ഇല്ലാത്ത കേസ് വരുമ്പോൾ അവിടെ അങ്ങനെയും ഫെയിലിയർ വരാം. 4 രീതിയിലുള്ള ഫെയിലിയർ ആണ്. അപ്പം ഓവർ ടേണിങ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഓവർ ടേണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇത് മറിഞ്ഞു പോകാനുള്ള ഒരു ടെൻഡൻസിയാണ്. ഓക്കെ, അതായത് ഇപ്പം ഓവർ ടേണിങ് ആ ഒരു മൊമെന്റ് അല്ലെങ്കിൽ ഓവർ ടേണിങ്ങിന്റെ എഫക്റ്റ് വരുന്നത് ഈ ലാറ്ററലി ആക്ട് ചെയ്യുന്ന പ്രഷർ കാരണമാണ്. ഓക്കെ, അതായത് ഈ പ്രഷർ ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പൊ ഈ ഒരു ഷേപ്പിലുള്ള ഒരു സംഭവം നിങ്ങളുടെ അടുത്തുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വിചാരിച്ചോ, അധികം വെയിറ്റ് ഇല്ലാത്ത ഒരു സംഭവമാണെന്ന് വിചാരിച്ചോ. അപ്പൊ നോർമലി ഉണ്ടാവുന്ന ഒരു എഫക്ട് എന്ന് പറയുന്നത്, ഇതുപോലെ സൈഡിൽ നിന്ന് ഒരു ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന എഫക്ട് എന്ന് പറയുന്നത്, ഇതിങ്ങനെ മറിഞ്ഞു വീഴില്ലേ. അതായത് ഇപ്പം വേണമെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു കുപ്പി ഉണ്ടെന്ന് വിചാരിച്ചു, വെള്ളം കുടിക്കുന്നത്. അപ്പൊ അതിന്റെ സൈഡ് വേസ് നമ്മളൊരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് മറിയില്ലേ മൊത്തത്തില്. ജസ്റ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ ഏറ്റവും മേലെ നിന്ന് നമ്മളൊരു പുഷ് കൊടുത്തു, അല്ലെങ്കിൽ സൈഡിൽ നിന്ന് ഒരു പുഷ് കൊടുത്തു കഴിഞ്ഞാൽ അത് മറിഞ്ഞു പോകില്ലേ. ആ മറിഞ്ഞു പോകുന്നതാണ് ഓവർ ടേണിംഗ് എന്ന് പറയുന്നത്. അതായത് ഇതിപ്പോ ഇവിടെ സൈഡിൽ നിന്ന് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ റീറ്റെയിനിങ് വോളിന്റെ ടെൻഡൻസി എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഒരു ഷേപ്പിൽ നിൽക്കുവാണ്. അപ്പൊ ഈ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഇത് മറിഞ്ഞു പോവാം. അതായത് ഈ ഒരു പോർഷൻ ഇങ്ങനെ വരാം. ഓക്കെ, അതായത് ഈ പോർഷൻ ഇങ്ങനെ കുത്തനെയാവാം, അതായത് മറിഞ്ഞു വരാം. മൊത്തത്തില് ഇത് മറിഞ്ഞു വീണാൽ എങ്ങനെ ഉണ്ടാവുമോ അതുപോലെ. അതായത് ഈ ഫോഴ്സ് കാരണം ഇപ്പം ഞാൻ ഇവിടുന്ന് ഒരു മൊമെന്റ് വരയ്ക്കുകയാണെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ഓക്കെ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇങ്ങനെ കറങ്ങി പോവുക, അല്ലെങ്കിൽ വീണ് പോവുക, അല്ലെങ്കിൽ എന്താ പറയാ, ഇങ്ങനെ മറിഞ്ഞു വരുന്ന ഒരു ടെൻഡൻസി, അതാണ് ഓവർ ടേണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഇത് ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇത് ഓവർ ടേണിംഗ് ചെയ്യുന്നില്ല എന്നുള്ള ഉറപ്പ് വരുത്തുക. അതായത് ഈ ഫോഴ്സ് കാരണം ഇത് മറിഞ്ഞു വീഴുന്നില്ല, ഇതിന് അവിടെ നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. ഓക്കെ, രണ്ടാമത്തെയാണ് സ്ലൈഡിംഗ് എന്ന് പറയുന്നത്. സ്ലൈഡിങ്ങിന്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫോഴ്സ് ഇങ്ങനെ ആക്ട് ചെയ്യുമ്പോൾ ഇത് സ്ലൈഡ് ചെയ്ത്, അതായത് ഈ സോയിലിന്റെ മേലെയാണ് ഈ കോൺക്രീറ്റിന്റെ ഈ ബേസ് സ്ലാബ് ഉള്ളത്. അപ്പൊ ഈ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഇത് സ്ലൈഡ് ചെയ്ത് പോവാം, അതായത് ഹൊറിസോണ്ടലി ഇത് മൂവ് ചെയ്ത് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഇത് എവിടെയാണോ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തത് ആ സ്ഥലത്തുനിന്ന് കുറച്ച് നീങ്ങി പോകാനുള്ള ടെൻഡൻസി, അതായത് ഇതിന്റെ പൊസിഷനിൽ മാറ്റമൊന്നും വരില്ല, ഇതിങ്ങനെ തന്നെ ആയിരിക്കും, ഇതിങ്ങനെ നീങ്ങി പോവാം, ഹൊറിസോണ്ടലി അത് നീങ്ങി പോകാനുള്ള ടെൻഡൻസി, അതാണ് സ്ലൈഡിംഗ് എന്ന് പറയുന്നത്. അങ്ങനെയും പോകാൻ പാടില്ല. അങ്ങനെ പോയാൽ ഈ റീറ്റെയിനിങ് വാൾ ഫെയിലിയർ ആണ്. അതുപോലെ ഇത് മറിഞ്ഞു പോകാനും പാടില്ല. അങ്ങനെ വന്നാൽ, അതായത് ഇത്രയും വെയിറ്റ് ഇവിടുന്ന് വരുന്ന സമയത്ത് ചിലപ്പോൾ മറിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയും പോകാൻ പാടില്ല. ഓക്കെ, പിന്നെയുള്ളത് സോയിലിന്റെ ഫെയിലിയർ, അണ്ടർ സോയിലിന്റെ ഫെയിലിയർ കാരണം സേഫ് ബിയറിംഗ് കപ്പാസിറ്റിനേക്കാളും കൂടുതൽ പ്രഷർ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ ഫെയിലിയർ ആയിരിക്കും. ഓക്കെ, പിന്നെ ഒരു ഫെയിലിയർ പറഞ്ഞിരിക്കുന്ന ബെൻഡിങ് ആണ്. ബെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഓരോ കമ്പണൻസും, അതായത് ഇപ്പം ഹീൽ സ്ലാബ് ആണെങ്കിലും ടോ സ്ലാബ് ആണെങ്കിലും സ്റ്റെം ആണെങ്കിലും ഒക്കെ അതിൽ ബെൻഡിങ് വരുന്നുണ്ടെന്നുള്ളത് നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ ആ ബെൻഡിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ പ്രോപ്പർ ആയിട്ട് റീഇൻഫോഴ്സ്മെന്റ് കൊടുത്ത് സേഫ് ആക്കണം. ഓക്കെ, അപ്പം അത് നമ്മൾ പ്രോപ്പർ ആയിട്ട് കൊടുത്തില്ലെങ്കിൽ ബെൻഡിങ് കാരണം അവിടെ ഫെയിലിയർ ഉണ്ടാവും. അപ്പൊ ഒരു കാൻഡിലിവർ റീറ്റെയിനിങ് വാളിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ഫെയിലിയേഴ്സ് എന്ന് പറയുന്നത് ഓവർ ടേണിംഗ് കാരണം, സ്ലൈഡിംഗ് കാരണം, ബെൻഡിങ് കാരണം, അണ്ടർ സോയിൽ ഫെയിൽ ആവുന്ന കാരണം. ഓവർ ടേണിംഗ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. അതായത് ആ ലാറ്ററലി ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കാരണം വരുന്ന മൊമെന്റ് മുഖേന ഉണ്ടാവുന്നതാണ്. ഓക്കെ, മൊമെന്റ് മുഖേന, അതായത് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, അങ്ങനെ ഫെയിൽ ആവുക. ഓക്കെ, മറിഞ്ഞു പോയിട്ട് ഫെയിൽ ആവുന്ന ഒരു ടെൻഡൻസി ഓവർ ടേണിംഗ്. സ്ലൈഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സോയിൽ സർഫസിലൂടെ ഈ കോൺക്രീറ്റിന്റെ ബേസ് സ്ലാബ് നീങ്ങി പോവാൻ. ഓക്കെ, അതാണ് സ്ലൈഡിംഗ്. ബെൻഡിങ് എന്ന് പറഞ്ഞാൽ ഓരോ കമ്പോണൻസ് ബെൻഡ് ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ട് നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തില്ലെങ്കിൽ ബെൻഡ് ആയിട്ട് ഫെയിൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഫെയിലിയർ ഓഫ് അണ്ടർ സോയിൽ സേഫ് ബിയറിംഗ് കപ്പാസിറ്റിനേക്കാളും കൂടുതൽ പ്രഷർ അവിടെ വന്നു കഴിഞ്ഞാൽ ഈ സ്ട്രക്ചർ ഫെയിൽ ആവും. അപ്പൊ ബെൻഡിങ്ങിന്റെ കേസിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല, സ്റ്റേബിൾ ആണോ എന്നുള്ള ചെക്ക് ചെയ്യേണ്ട. കാരണം നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ആ ബെൻഡിങ്ങിന്റെ കേസിൽ സേഫ് ആയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്.
ഡിസൈൻ ചെയ്തിട്ട് ബാക്കിയുള്ള കേസസ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. ഓവർ ടേണിങ്ങിന്റെ കേസിൽ സേഫ് ആണോ, സ്ലൈഡിങ്ങിന്റെ കേസിൽ സേഫ് ആണോ, അണ്ടർ സോയിലിന്റെ അതായത് സേഫ് ബെയറിംഗ് കപ്പാസിറ്റിനെ വെച്ചിട്ട് സേഫ് ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്താൽ മതി. അപ്പം ഡിസൈൻ ചെയ്യുമ്പോൾ ബെൻഡിങ്ങിന്റെ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ആയി വരും, ബെൻഡിങ്ങിൽ സേഫ് ആയിട്ട് വരും. ബാക്കിയുള്ള കേസസ് ഓവർ ടേണിംഗ് ആയാലും സ്ലൈഡിംഗ് ആയാലും ഫെയിലിയർ ഓഫ് അണ്ടർ സോയിൽ ആയാലും അത് ഓക്കെ ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഓവർ ടേണിങ്ങിന്റെ കേസ് എങ്ങനെയാണ്, അതെങ്ങനെയാ ചെക്ക് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. A retaining wall is subjected to overturning moment under the action of lateral force developed due to lateral earth pressure which tries to overturn the wall above the toe end. Okay, the overturning moment MO is equal to Ka gamma HQ by 6. അപ്പോൾ retaining wall is subjected to overturning moment, അതായത് ഒരു overturning moment retaining wall വരുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് overturning moment വന്നിരിക്കുന്നത്? അണ്ടർ ദ ആക്ഷൻ ഓഫ് ലാറ്ററൽ ഫോഴ്സ്. ഓക്കെ, അതായത് സോയിലിന്, അതായത് ബാക്ക് ഫില്ലായിട്ട് നിൽക്കുന്ന ആ സോയിലിന് എക്സേർട്ട് ചെയ്യുന്ന, ലാറ്ററലി എക്സേർട്ട് ചെയ്യുന്ന ആ ഫോഴ്സ് കാരണമാണ്. ഡെവലപ്പ് ഡ്യൂ ടു ലാറ്ററൽ എർത്ത് പ്രഷർ വിച്ച് ട്രൈസ് ടു ഓവർടേൺ ദ വാൾ എബവ് ദ ടോ എൻഡ്. ഓക്കെ, അതായത് ഇപ്പം ഈ രീതിയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. ഫോഴ്സ് ആക്ട് ചെയ്തത് കാരണം ഒരു പർട്ടിക്കുലർ മൊമെന്റ്, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരു ആന്റി ക്ലോക്ക് വൈസ് ഡയറക്റ്റഡ് മൊമെന്റ് വരും. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട്, ഈ ടോ എൻഡിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഇത് ഓവർ ടേൺ ചെയ്ത് പോവുക. ഈ ഫോഴ്സ് ഇങ്ങനെ ആക്ട് ചെയ്യുമ്പോൾ ഇത് താഴോട്ടേക്ക് പോവും, ഈ പോർഷൻ ഇങ്ങോട്ടേക്ക് വരും. അപ്പൊ അത് മൊത്തത്തിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ സൈഡിലേക്ക് അല്ലെങ്കിൽ ടോയിന്റെ ഡയറക്ഷനിലേക്ക്, ഈ ഒരു ഡയറക്ഷനിലേക്ക് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് റൗണ്ട് ചെയ്ത് പോവാൻ ഓക്കെ ഉള്ള ടെൻഡൻസി ഉണ്ടാവും. അതാണ് ഓവർ ടേണിംഗ് എന്ന് പറയുന്നത്. tries to overturn the wall above the toe end. The overturning moment M0 is equal to Ka gamma HQ by 6. അപ്പം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതുപോലെ തന്നെ എങ്ങനെയാണ് ഈ മൊമെന്റ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, അതായത് ടോട്ടൽ ഹൈറ്റ് H ആണ്. ഇപ്പം ഇവിടെ കാണിച്ചിരിക്കുന്നത് ഈ H ആണ്. ഓവർ ടേണിംഗ് മൊമെന്റ് കൺസിഡർ ചെയ്യുമ്പോൾ ഫുൾ ഹൈറ്റ് കൺസിഡർ ചെയ്യണം. ഈ H എടുത്തിരിക്കുന്ന ജസ്റ്റ് ഈ ഒരു സ്റ്റെമ്മിന്റെ എഫക്ട് പറയാൻ വേണ്ടി മാത്രമാണ്. ശരിക്കും ആക്ച്വലി ഈ ഹൈറ്റിൽ ഉണ്ടാവും സോയിൽ, ഈ ഹൈറ്റിലുള്ള സോയിൽ നമ്മൾ കൺസിഡർ ചെയ്യണം ഓവർ ടേണിങ്ങിന്റെ എടുക്കുമ്പോൾ. അപ്പൊ ഈ ഹൈറ്റ് എന്ന് പറയുന്ന ക്യാപിറ്റൽ H ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ബോട്ടത്തിൽ വരുന്ന ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് ഈ പ്രഷർ കാരണം Ka gamma HQ, സ്മോൾ ലെറ്റർ HQ by 6 ആണെന്നുള്ളത് നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ ക്യാപിറ്റൽ H ആണ് ഇവിടെ ഹൈറ്റ് വരുന്നെങ്കിലോ അതേപോലെ തന്നെയാണ് Ka gamma ക്യാപിറ്റൽ HQ by 6 ആയിരിക്കും ബെൻഡിങ് മൊമെന്റ് വരിക. അപ്പൊ ഈ ബെൻഡിങ് മൊമെന്റ് കാരണമാണ് ഇവിടെ ഓവർ ടേൺ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവുന്നത്. ഓക്കെ, അതായത് ലാറ്ററൽ പ്രഷർ കാരണം ഉണ്ടാവുന്ന മൊമെന്റ് കാരണമാണ് ഓവർ ടേണിംഗ് ഉണ്ടാവുന്നത്. ഓക്കെ, അതിന്റെ മെയിൻ കോസ് എന്ന് പറയുന്നത് അവിടെ റീറ്റെയിൻ ചെയ്തിരിക്കുന്ന സോയിലാണ്. അത് കാരണമുള്ള ലാറ്ററൽ പ്രഷർ കാരണമുള്ള മൊമെന്റ് എന്ത് ചെയ്യും, ഈ ഒരു റീറ്റെയിനിങ് വോളിനെ ഓവർ ടേൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ആ മൊമെന്റ് എന്ന് പറയുന്നത് ഓവർ ടേണിംഗ് മൊമെന്റിന് നമുക്ക് MO എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ഓവർ ടേണിംഗ് M സഫിക്സ് O, ദാറ്റ് ഈസ് Ka gamma HQ by 6. ഇനി ഈ ഓവർ ടേണിങ്ങിനെ റെസിസ്റ്റ് ചെയ്യുന്നത് ഏത് മൊമെന്റാ? ദ റെസിസ്റ്റിംഗ് മൊമെന്റ് MR ഈസ് പ്രൊവൈഡഡ് ബൈ ദ വെയിറ്റ് ഓഫ് ബാക്ക്ഫിൽ, സെൽഫ് വെയിറ്റ് ഓഫ് ദ റീറ്റെയിനിങ് വോൾ എക്സെട്ര. അപ്പം ഈ ഓവർ ടേണിംഗ് മൊമെന്റിനെ റെസിസ്റ്റ് ചെയ്യുന്നത് ഈ റീറ്റെയിനിങ് വോളിന്റെ ഓൺ വെയിറ്റും അതുപോലെ തന്നെ ആ സോയിലിന്റെ ഈ ഹീൽ സ്ലാബിൽ വരുന്ന ആ വെയിറ്റും ഒക്കെ കാരണം വരുന്ന മൊമെന്റ് ആണ്. ഓക്കെ, അതായത് ഇപ്പം ഈ ഒരു ഫിഗർ എടുക്കുകയാണെങ്കിൽ ഇവിടെ ലാറ്ററലി ആക്ട് ചെയ്യുന്ന സോയിൽ പ്രഷർ ഇതിനെ ഈ രീതിയിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ടേൺ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഓരോ കമ്പോണൻസിന്റെ വെയിറ്റ് അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള സ്റ്റെമ്മിന്റെ വെയിറ്റ് അത് താഴോട്ടേക്കാണ്, ബേസ് ലാബിന്റെ വെയിറ്റ് അത് താഴോട്ടേക്കാണ്, അതുപോലെ തന്നെ ഈ സോയിലിന്റെ ഈ ബേസ് ലാബിൽ അല്ലെങ്കിൽ ഹീൽ സ്ലാബിന്റെ പോർഷനിലേക്ക് വരുന്ന സോയിലിന്റെ താഴോട്ടേക്കുള്ള ഫോഴ്സ്. ഓക്കെ, അപ്പം 1, 2, 3. അപ്പൊ ഈ 3 ഫോഴ്സസ് എന്ത് ചെയ്യും, ഇത് ഇങ്ങോട്ട് ടേൺ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇപ്പം ജസ്റ്റ് ഇവിടെ ഈ ടോയിന്റെ ഈ എൻഡ്, ഇപ്പം G എന്ന് പറയുന്ന എൻഡിന് കറസ്പോണ്ടിങ് ആയിട്ട് മൊമെന്റ് എടുക്കുകയാണെങ്കിൽ ഈ ഫോഴ്സ് കാരണമുള്ള മൊമെന്റ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് വന്നിട്ട് ടുവേർഡ്സ് ഡൗൺവേർഡ്. ഓക്കെ, അപ്പൊ അത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. ഇനി ബേസ് ലാബിൻ ഇങ്ങോട്ടേക്ക് എക്സേർട്ട് ചെയ്യുന്ന മൊമെന്റ് നോക്കുകയാണെങ്കിൽ G എന്ന് പറയുന്ന പോയിന്റിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന മൊമെന്റ് നോക്കുകയാണെങ്കിൽ താഴോട്ടേക്കാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. താഴോട്ടേക്ക് ലോഡ് ആക്ട് ചെയ്തിട്ട് ടുവേർഡ്സ് ലെഫ്റ്റ്. ഓക്കെ, താഴോട്ടേക്ക് ആക്ട് ചെയ്തിട്ട് ടുവേർഡ്സ് ലെഫ്റ്റ്, അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മൊമെന്റ്. ഓക്കെ, അതുപോലെ സ്റ്റെമ്മിന്റെ കേസ് ആണെങ്കിലും താഴോട്ട് വന്ന് ടുവേർഡ്സ് ലെഫ്റ്റ് ക്ലോക്ക് വൈസ്. അതുപോലെ ഇവിടെയും സോയിലിന്റെ വെയിറ്റ് താഴോട്ട് വന്നിട്ട് ടുവേർഡ്സ് ലെഫ്റ്റ് ക്ലോക്ക് വൈസ്. അപ്പം ഇതിന്റെ ഓൺ വെയിറ്റ്
ഈ കാൻഡിലിവർ റീറ്റെയിനിങ് വോളിന്റെ ഓൺ വെയിറ്റും അതുപോലെ തന്നെ ഇവിടെ ഹീൽ സ്ലാബിൽ വരുന്ന സോയിലിന്റെ വെയിറ്റും എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ഓവർ ടേണിംഗ് മൊമെന്റിനെ കൗണ്ടർ ആക്ട് ചെയ്യാൻ, അതായത് അതിനെ ഒപ്പോസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഹൊറിസോണ്ടലി ആക്ട് ചെയ്യുന്ന ഈ സോയിൽ പ്രഷർ, ലാറ്ററൽ പ്രഷർ കാരണം വരുന്ന മൊമെന്റിനേക്കാളും കൂടുതൽ ഇവിടെ ഓൺ വെയിറ്റ് കാരണം സോയിലിന്റെ വെയിറ്റ് കാരണമുള്ള മൊമെന്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഈ എൻഡിന് കറസ്പോണ്ടിങ് ആയിട്ട്, ടോ എൻഡിന് കറസ്പോണ്ടിങ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ. പറഞ്ഞ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് ഇവിടെ ഹൊറിസോണ്ടൽ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഈ പ്രഷർ കാരണം ഈ എൻഡിലേക്ക് നമുക്ക് ഒരു മൊമെന്റ് എടുക്കാം, അത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. അതുപോലെ ഇതിന്റെ സെൽഫ് വെയിറ്റ് കാരണവും അതുപോലെ സോയിലിന്റെ വെയിറ്റ് കാരണവും ഈ ഒരു ഓവർ ടേണിങ്ങിനെ റെസിസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത് ആ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള സ്റ്റെമ്മിന്റെ വെയിറ്റ് കാരണമുള്ള മൊമെന്റ്, ഇതിന്റെ ഈ ബേസ് സ്ലാബിന്റെ വെയിറ്റ് കാരണമുള്ള മൊമെന്റ്, ഈ സോയിലിന്റെ വെയിറ്റ് കാരണമുള്ള മൊമെന്റ്. അപ്പൊ ഇത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ ഓൺ വെയിറ്റും സോയിലിന്റെ വെയിറ്റ് ഒക്കെ ഉള്ള മൊമെന്റ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് വരും. അപ്പൊ ഇവിടെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും, അതിനെ ഒപ്പോസ് ചെയ്യുന്ന ഇതിന്റെ ഓൺ വെയിറ്റ്സും സോയിലിന്റെ വെയിറ്റും ഉള്ള മൊമെന്റ് ആണ്. അപ്പൊ ഇവിടെ സേഫ് ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഏതായിരിക്കും കൂടുതൽ വരേണ്ടത്? ഈ ഓൺ വെയിറ്റ് കാരണമുള്ള അതുപോലെ സോയിലിന്റെ വെയിറ്റ് കാരണമുള്ള മൊമെന്റ്സ് ആയിരിക്കണം, ടോട്ടൽ മൊമെന്റ്സ് ആയിരിക്കണം കൂടുതൽ വരേണ്ടത് ആ ലാറ്ററൽ പ്രഷർ കാരണം വരുന്ന മൊമെന്റിനേക്കാളും. ഓക്കെ ഓക്കെ ദ ഓവർ ടേണിംഗ് മൊമെന്റ് M0 is equal to K gamma HQ/6. അതെങ്ങനെയാ വന്നതെന്നുള്ള അറിയാം. The resisting moment MR is provided by the weight of backfill, self weight of the retaining wall, etc. അപ്പൊ റെസിസ്റ്റിംഗ് മൊമെന്റ് എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ബാക്ക്ഫില്ലിന്റെ വെയിറ്റും റീറ്റെയിനിങ് വോളിന്റെ ഓരോ കമ്പോണൻസിന്റെ സെൽഫ് വെയിറ്റ്, അല്ലെങ്കിൽ ടോട്ടൽ ആയിട്ട് ആ റീറ്റെയിനിങ് വോളിന്റെ സെൽഫ് വെയിറ്റും ആണ് റെസിസ്റ്റിംഗ് മൊമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇഫ് summation of W is a resultant vertical load made up of self weight of the retaining wall and weight of the backfill on the base slab, then resisting moment is given as, അതായത് ഇപ്പം സമ്മേഷൻ W ആണ് റിസൾട്ടന്റ് ലോഡ് എന്ന് എടുത്തു, അല്ലെങ്കിൽ റിസൾട്ടന്റ് ആയിട്ടുള്ള വെർട്ടിക്കൽ ലോഡ്. എന്തൊക്കെ കാരണം? ഓരോ കമ്പോണൻസിന്റെ റീറ്റെയിനിങ് വാളിന്റെ ഓരോ കമ്പോണൻസിന്റെ ഓൺ വെയിറ്റ്, അല്ലെങ്കിൽ റീറ്റെയിനിങ് വാളിന്റെ മൊത്തത്തിലുള്ള വെയിറ്റും അതുപോലെ തന്നെ ബാക്ക് ഫീലിന്റെ വെയിറ്റ് എല്ലാം കൂടി എടുത്തിട്ടുള്ള ടോട്ടൽ വെയിറ്റ് ആണ് സമ്മേഷൻ W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റിംഗ് മൊമെന്റ് എന്ന് പറയുന്നത് സമ്മേഷൻ W ഇൻറ്റു X ബാർ എന്നുള്ളതായിരിക്കും അല്ലെ. അതായത് ഇപ്പം 3 വെയിറ്റുകൾ ഉണ്ട്, W1, W2, W3. W1 എന്ന് പറയുന്ന സ്റ്റെമ്മിന്റെ വെയിറ്റ് ആണ്, W2 ബേസ് സ്ലാബിൽ വരുന്ന വെയിറ്റ് ആണ്, W3 എന്ന് പറയുന്ന ആ സോയിലിന്റെ ഹീൽ സ്ലാബിലേക്ക് വരുന്ന വെയിറ്റ് ആണെങ്കിൽ ഓക്കെ, അതിന്റെ ഒക്കെ കൂടി സമ്മാണ് സമ്മേഷൻ W എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം റിസൾട്ടന്റ് മൊമെന്റ് അല്ലെങ്കിൽ റെസിസ്റ്റിംഗ് മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഓവർ ടേണിംഗ് മൊമെന്റ് റെസിസ്റ്റ് ചെയ്യുന്ന മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഈ 3 ലോഡിന്റെയും കൂടി സം. ഓക്കെ, അത് ഒരു കറസ്പോണ്ടിങ് പോയിന്റിലായിരിക്കുമല്ലോ, ഒരു റിസൾട്ടന്റ് എന്ന് പറയുന്നത് ഒരു പോയിന്റിലായിരിക്കുമല്ലോ ആക്ട് ചെയ്യാം. ഓക്കെ, ആ പോയിന്റിന്റെ അവിടുന്ന് ഇൻറ്റു X ബാർ ആയിരിക്കും ആ മൊമെന്റ് വരിക. X ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ടോ എൻഡ് എന്ന് കറസ്പോണ്ടിങ് ആയിട്ടാണ് മൊമെന്റ് എടുക്കുന്നതെങ്കിൽ, ഓക്കെ, ടോ എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇപ്പം ഈ എൻഡിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് മൊമെന്റ് എടുക്കുന്നതെങ്കിൽ, ഓക്കെ, ടോ എൻഡിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് മൊമെന്റ് എടുക്കുന്നതെങ്കിൽ ടോ എൻഡ്, ഇതാണ് ടോ എൻഡ്. ഓക്കെ, ഈ എൻഡിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ ഈ ഒരു ലാറ്ററൽ പ്രഷർ കാരണം ഒരു മൊമെന്റ് ഇവിടെ വരുന്നുണ്ട്. ഇപ്പൊ റെസിസ്റ്റിംഗ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓൺ വെയിറ്റ്, ഇതിന്റെ വെയിറ്റ് ഒക്കെ, ഇതിന്റെയൊക്കെ സെൻട്രോയിഡ് പല പല സ്ഥലങ്ങളിലായിരിക്കും. ഇപ്പൊ റിസൾട്ടന്റ് വെയിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ടോട്ടൽ വെയിറ്റ് പ്ലസ് ഈ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ 3ന്റെയും കൂടി ഒരു സെൻട്രോയിഡ് പോയിന്റ് ഉണ്ടാവും ഈ വെയിറ്റിന്. ഓക്കെ, ആ പോയിന്റിന്റെ അവിടുന്ന് ഈ ടോപ്പ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് X ബാർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അതായത് ഒന്നുമില്ല, ഇവിടെ വരുന്ന മൊമെന്റ് എങ്ങനെ എടുക്കുന്നു എന്ന് മാത്രം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഓരോന്നായിട്ട് എടുത്തിട്ട് ഇങ്ങോട്ട് എടുക്കാം, അല്ലെങ്കിൽ മൊത്തത്തിൽ ആഡ് ചെയ്തിട്ട് അതിന്റെ സെൻട്രോയിഡ് എവിടെയാ വരുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അവിടുന്ന് ഈ ഡിസ്റ്റൻസ് എടുത്താൽ X ബാർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതിന്റെ ഈ റിസൾട്ടന്റ് ഫോഴ്സിന്റെ സെൻട്രോയിഡ് ആണ്. ഓക്കെ, അവിടുന്ന് ഈ ടോ എൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് X ബാർ. അപ്പൊ ഈ റിസൾട്ടന്റ് ഫോഴ്സ് ഇൻറ്റു X ബാർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വരുന്ന മാക്സിമം മൊമെന്റ് കിട്ടും, അതായത് റെസിസ്റ്റ് ചെയ്യുന്ന മൊമെന്റ് കിട്ടും. ഓക്കെ, ഓവർ ടേണിംഗ് മൊമെന്റിനെ റെസിസ്റ്റ് ചെയ്യുന്ന മൊമെന്റ് കിട്ടാൻ ഇതിന്റെ 3ന്റെയും കൂടി സം എടുത്തിട്ട് അതിന്റെ റിസൾട്ടന്റ് എവിടെയാണോ വരുന്നത് അവിടെ ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അത് തന്നെയാണ് കൺസെപ്റ്റ്. MR is equal to summation W into X bar, where X bar is equal to position of the resultant vertical load summation W from the toe end. Toe end എന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ഈ എല്ലാ ഫോഴ്സസിന്റെ റിസൾട്ടന്റ് വരുന്നത്, ആ പൊസിഷനിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് X bar. Okay, as per code IS 456 clause 20.1,
പേജ് നമ്പർ 33 ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്താ പറയുന്നത്, കോഡ് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 0.9 MR/M0 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1.4 എന്നുള്ളതാണ്. ഓക്കെ, MR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സമ്മേഷൻ W ഇൻറ്റു എക്സ് ബാർ. അപ്പം 0.9 ഇൻറ്റു MR എന്ന് പറയുന്ന സമ്മേഷൻ W ഇൻറ്റു എക്സ് ബാർ ഡിവൈഡ് ബൈ MO എന്ന് പറയുന്ന ഓവർ ടേണിംഗ് മൊമെന്റ് KA ഗാമ HQ/6 എന്ന് പറയുന്നത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1.4. അപ്പൊ നമ്മളിവിടെ ചെക്ക് ചെയ്യേണ്ടത്, അതായത് ഈ ഒരു പർട്ടിക്കുലർ റീറ്റൈനിങ് വോൾ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അത് സേഫ് ആണ് അല്ലെങ്കിൽ അത് സ്റ്റേബിൾ ആണ്, ഓവർ ടേണിംഗ് ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെക്ക് ചെയ്തിട്ടാണ്. അപ്പം റെസിസ്റ്റിംഗ് മൊമെന്റ് ആയിരിക്കണം ഇവിടെ കൂടുതൽ വരണ്ടേ എന്നുള്ളതാണ് കൺസെപ്റ്റ്. അത് എത്രമാത്രം കൂടുതൽ വരണം എന്നുള്ളതാണ് നമ്മൾ കോഡ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ റിസൾട്ടന്റ് മൊമെന്റ് MR ഉണ്ടല്ലോ, റെസിസ്റ്റ് ചെയ്യുന്ന മൊമെന്റ്, അതിനെ അതായത് ഓവർ ടേണിംഗ് മൊമെന്റിനെ റെസിസ്റ്റ് ചെയ്യുന്ന മൊമെന്റ് MRന്റെ 0.9 ടൈംസ് എടുക്കുക. ഓക്കെ, 0.9 ടൈംസ് എടുത്തിട്ട് ഡിവൈഡ് ബൈ ഓവർ ടേണിംഗ് മൊമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാല്യൂ എന്ന് പറയുന്നത് 1.4 അല്ലെങ്കിൽ അതിലധികം ഉണ്ടായിരിക്കണം. ഓക്കെ, വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ആ റെസിസ്റ്റിംഗ് മൊമെന്റിന്റെ 0.9 ടൈംസ് എന്ന് പറയുന്നത് ഓക്കെ ആ എംഒനേക്കാളും അതായത് ഓവർ ടേണിംഗ് മൊമെന്റിനേക്കാളും 1.4 ടൈംസ് അത് കൂടുതലായിരിക്കണം. ഓക്കെ, അതായത് 0.9 MR/M0 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1.4. ഓക്കെ, ആ റിസൾട്ടന്റ് അല്ലെങ്കിൽ ആ റെസിസ്റ്റ് ചെയ്യുന്ന മൊമെന്റ് ആയിരിക്കണം കൂടുതൽ വരേണ്ടത്. അത് 1.4 ടൈംസ് കൂടുതലാണോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അങ്ങനെയാണ് വരുന്നതെങ്കിൽ ഇത് ഓവർ ടേണിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ട് സേഫ് ആണെന്നുള്ളതാണ് കോഡ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അതായത് ആ ലാറ്ററൽ പ്രഷർ കാരണം, ഓക്കെ, അതായത് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആക്ട് ചെയ്യുന്ന ആ സോയിലിന്റെ ലാറ്ററൽ പ്രഷർ കാരണം ഒരു പർട്ടിക്കുലർ മൊമെന്റ്, ഓവർ ടേണിംഗ് മൊമെന്റ് റീറ്റൈനിങ് വോളിൽ ടോ എൻഡിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അതിനെ നമുക്ക് MO എന്ന് പറഞ്ഞെടുക്കാം. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് KA ഗാമ HQ/6 എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ ഇതിനെ റെസിസ്റ്റ് ചെയ്യുന്ന മൊമെന്റ് എന്ന് പറയുന്നത്, ഈ ഓവർ ടേണിംഗ് ചെയ്യുന്നതിനെ റെസിസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ ഓൺ വെയിറ്റ് കാരണം, ആ സോയിലിന്റെ വെയിറ്റ് കാരണവും വരുന്ന മൊമെന്റ് ആണ് റെസിസ്റ്റ് ചെയ്യുന്ന മൊമെന്റ്. അപ്പൊ അത് നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ, ഓരോന്നിന്റെയും ഓരോ മൊമെന്റിന്റെയും ഓരോ ലോഡിന്റെയും ടോട്ടൽ എത്രയാണ് വരുന്നതെന്നുള്ള എടുക്കുക. W1 W2 W3 എടുത്തിട്ട് അതിന്റെ റിസൾട്ടന്റ് എവിടെയാണോ അവിടുന്ന് ഇൻറ്റു എക്സ് ബാർ ചെയ്താൽ മതി. ഓക്കെ, എക്സ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോ എൻഡിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ് റിസൾട്ടന്റ് ഫോഴ്സ് വരുന്നത് എന്നുള്ളതാണ്. അത് നമുക്ക് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഓരോന്നിനും സെപ്പറേറ്റ് എക്സ് ബാർ എടുത്തിട്ട് നമുക്ക് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പൊ നമ്മൾ ടോട്ടൽ MR കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ MRന്റെ 0.9 ടൈംസ് എടുക്കുക. 0.9 ടൈംസ് ഓഫ് റെസിസ്റ്റിംഗ് മൊമെന്റ് ഡിവൈഡഡ് ബൈ ഓവർ ടേണിംഗ് മൊമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് 1.4നേക്കാളും കൂടുതലായിരിക്കണം. അപ്പൊ നമ്മുടെ സ്റ്റെബിലിറ്റിന്റെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓവർ ടേണിങ്ങിന്റെ കേസ് എടുക്കുമ്പോൾ നമ്മൾ MRഉം അതുപോലെ തന്നെ MOയും കണ്ടുപിടിച്ചതിന് ശേഷം 0.9 MR/MO ചെയ്യുക. അത് 1.4നേക്കാളും ഗ്രേറ്റർ അല്ലെങ്കിൽ 1.4 എങ്കിലും മിനിമം ഉണ്ടെങ്കിൽ അത് സേഫ് ആണ്, സേഫ് അഗെയിൻസ്റ്റ് ഓവർ ടേണിംഗ് ആണ്. ഇല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി അതിന്റെ കേസ് ശ്രദ്ധിച്ചിട്ട് അതിന്റെ വെയിറ്റ് ഒക്കെ കൂട്ടി ഒന്നും കൂടി അത് ഓവർ ടേണിങ്ങിന്റെ കേസിൽ സേഫ് ആക്കി കൊണ്ടുവരണം എന്നുള്ളതാണ്. ഓക്കെ, കോഡിൽ എവിടെയാ അത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. IS 456 എടുക്കുകയാണെങ്കിൽ പേജ് നമ്പർ 33 സ്റ്റെബിലിറ്റി ഓഫ് സ്ട്രക്ചർ ക്ലോസ് 20 സ്റ്റെബിലിറ്റി ഓഫ് സ്ട്രക്ചർ. അവിടെ ഓവർ ടേണിങ്ങിന്റെ കേസ് പറയുന്നുണ്ട്. ദ സ്റ്റെബിലിറ്റി ഓഫ് എ സ്ട്രക്ചർ ആസ് എ ഹോൾ against overturning shall be ensured so that restoring moment shall be not less than the sum of 1.2 times the maximum overturning moment due to characteristic dead load and 1.4 times the maximum overturning moment due to characteristic imposed load. Okay, അതായത് 1.4 times maximum overturning moment due to characteristic imposed load. അതായത് imposed load കാരണം ഇപ്പൊ ഇതിലേക്ക് വരുന്ന ഇമ്പോസ് ലോഡ് എന്ന് പറയുന്നത് ആ ലാറ്ററൽ ലോഡാണ്. ലാറ്ററലി ആ സോയിൽ നിന്ന് വരുന്ന ലാറ്ററൽ ഡയറക്ഷനിൽ വരുന്ന ആ ഫോഴ്സ് ആണ് ഇമ്പോസ് ലോഡ് എന്ന് പറയുന്നത്. അതിന്റെ 1.4 ടൈംസ് എങ്കിലും കൂടുതൽ ഉണ്ടായിരിക്കണം ഈ റെസിസ്റ്റിംഗ് മൊമെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റീസ്റ്റോറിംഗ് മൊമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഓവർ ടേണിംഗ് മൊമെന്റിന്റെ 1.4 ടൈംസ് കൂടുതൽ ഉണ്ടായിരിക്കും. ഇതാണ് നമ്മുടെ കാര്യം കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ കേസസ് വേർ ഡെഡ് ലോഡ് പ്രൊവൈഡ്സ് ദ റീസ്റ്റോറിംഗ് മൊമെന്റ്, അതായത് ഇപ്പൊ ഡെഡ് ലോഡ് ആണ് ഈ റീസ്റ്റോറിംഗ് മൊമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ, നമ്മുടെ കേസിൽ ഡെഡ് ലോഡ് ആണല്ലോ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ആ ബേസ് സ്ലാബിന്റെ ഡെഡ് ലോഡും അതുപോലെ തന്നെ സ്റ്റെമ്മിന്റെ ഡെഡ് ലോഡും അതുപോലെ ആ ബാക്ക് ഫീൽഡിന്റെ ഡെഡ് ലോഡ് ഒക്കെ തന്നെയാണ് ഇതിനെ റീസ്റ്റോറിംഗ് മൊമെന്റ് അല്ലെങ്കിൽ അതിനെ റെസിസ്റ്റിംഗ് മൊമെന്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻ കേസസ് വേർ ഡെഡ് ലോഡ് പ്രൊവൈഡ്സ് ദ റെസിസ്റ്റിംഗ് മൊമെന്റ് ഓൺലി 0.9 ടൈംസ് ദ ക്യാരക്ടറിസ്റ്റിക് ഡെഡ് ലോഡ് ഷാൽ ബി കൺസിഡേർഡ്. അപ്പൊ അങ്ങനത്തെ കേസിലാണെങ്കിൽ ഡെഡ് ലോഡ് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ
ആ ഡെഡ് ലോഡിന്റെ 0.9 ടൈംസ് എടുക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്ന ടോട്ടൽ ഡെഡ് ലോഡിന്റെ, അതായത് ഡെഡ് ലോഡ് കാരണം വരുന്ന മൊമെന്റിന്റെ, അതായത് റീസ്റ്റോറിംഗ് മൊമെന്റിന്റെ 0.9 ടൈംസ് എടുത്തു. 0.9 into MR ഡിവൈഡ് ബൈ ഓവർ ടേണിംഗ് മൊമെന്റ്. അത് ചെയ്ത് കഴിഞ്ഞാൽ should be greater than or equal to 1.4. MR എന്ന് പറയുന്നത് summation of W into X bar, അതുപോലെ MO എന്ന് പറയുന്നത് AA gamma HQ by 6. ഇത് greater than 1.4 ആയിരിക്കണം എന്നുള്ളതാണ്. ഇനി അടുത്ത സ്ലൈഡിങ്ങിന്റെ കേസ്. അപ്പൊ ഓവർ ടേണിങ്ങിന്റെ കേസ് അതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, MR ആൻഡ് MO എടുക്കണം. എടുത്തിട്ട് 0.9 MR by MO എത്ര വാല്യൂ വരുന്നത് നോക്കുക. അത് ഗ്രേറ്റർ ദാൻ 1.4 അല്ലെങ്കിൽ 1.4 അല്ലെങ്കിൽ 1.4 ഗ്രേറ്റർ വരികയാണെങ്കിൽ അത് സേഫ് അഗെയിൻസ്റ്റ് ഓവർ ടേണിംഗ് ആണ്. ഇനി നെക്സ്റ്റ് സ്ലൈഡിങ്ങിന്റെ കേസ് നമ്മൾ ചെക്ക് ചെയ്യണം. ദ ലാറ്ററൽ എർത്ത് പ്രഷർ ട്രൈസ് ടു സ്ലൈഡ് ദ റീറ്റെയിനിങ് വോൾ എവേ ഫ്രം ദ ബാക്ക് ഫിൽ. അപ്പം ഈ ലാറ്ററൽ എർത്ത് പ്രഷർ എന്താ ചെയ്യുക, ആ സൈഡ് വേസ് ഉള്ള എർത്ത് പ്രഷർ എന്ത് ചെയ്യും, ആ റീറ്റെയിനിങ് വോളിനെ ബാക്ക് ഫില്ലിന്റെ അവിടുന്ന് സ്ലൈഡ് ചെയ്ത് പോകാനുള്ള ഒരു ടെൻഡൻസി കൊണ്ടുവരും. ഓക്കെ, അത് ട്രൈ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാ, ആ ബാക്ക് ഫില്ലിന്റെ അവിടുന്ന് റീറ്റെയിനിങ് വോളിനെ ആ ഫോഴ്സിനനുസരിച്ച് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ആ സോയിൽ സർഫസിന്റെ മേലെ കൂടെ ഈ ബേസ് ലാബ് സ്ലൈഡ് ചെയ്ത് പോകും. ഇപ്പൊ നമ്മൾ ഒരു സർഫസിന്റെ മേലെ കൂടെ ഒരു സർഫസ് ഉരച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അതെങ്ങനെയാണോ മൂവ് ചെയ്യുന്നത്, അതുപോലെ തന്നെ സോയിൽ സർഫസിന്റെ മേലെ കൂടെ ഈ കോൺക്രീറ്റ് പോർഷൻ നീങ്ങി പോകുന്നുള്ളതാണ്. ഓക്കെ, ദിസ് ഈസ് ഒപ്പോസ്ഡ് ബൈ ഫ്രിക്ഷണൽ ഫോഴ്സ് ഡെവലപ്ഡ് ബിറ്റ്വീൻ ബേസ് ലാബ് ആൻഡ് സോയിൽ. അപ്പൊ അങ്ങനെ മൂവ് ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസിനെ പിടിച്ചു നിർത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. ഏതൊക്കെ തമ്മിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്? ആ ബേസ് ലാബും, അതായത് കോൺക്രീറ്റും, ബേസ് ലാബ് കോൺക്രീറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ആ കോൺക്രീറ്റും ആ സോയിലും തമ്മിലുള്ള ഫ്രിക്ഷൻ ആണ് അതങ്ങനെ മൂവ് ചെയ്ത് പോവാതിരിക്കാനുള്ള ആ ഒരു ഓപ്പോസിഷൻ കൊടുക്കുന്നത്. ഇഫ് മ്യൂ ഈസ് ദ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ, അപ്പം അവിടുത്തെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് മ്യൂ ആണെങ്കിൽ, ദാറ്റ് ഈസ് ബിറ്റ്വീൻ കോൺക്രീറ്റ് ആൻഡ് സോയിൽ, then frictional force resisting the sliding is given by mu into summation W. അപ്പം ഈ സ്ലൈഡിങ്ങിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിനെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? കാരണം ഡൗൺവേർഡ് വെയിറ്റ് ആണ് അതിനെ, ആ ഫ്രിക്ഷനെ ശരിക്കും അതിനെ മൂവ് ചെയ്യുന്ന ആ ടെൻഡൻസിനെ റെസിസ്റ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതിന്റെ ഓൺ വെയിറ്റ്, ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് സമ്മേഷൻ W ആയിരിക്കും. അതായത് ആ സോയിലിന്റെ വെയിറ്റ്, അതുപോലെ റീറ്റെയിനിങ് വോളിന്റെ ഓരോ കമ്പോണൻസിന്റെ വെയിറ്റ് കാരണമാണ് അതിന് ശരിക്കും മൂവ് ചെയ്ത് പോകാൻ പറ്റാത്തത്. പിന്നെ അത് തമ്മിലുള്ള ഫ്രിക്ഷണൽ കോഎഫിഷ്യന്റ് കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ലൈഡിങ്ങിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് നമുക്ക് കിട്ടും. അത് മ്യൂ ഇൻറ്റു സമ്മേഷൻ W ആയിരിക്കും. അതായത് സൈഡ് വേസ് മൂവ് ചെയ്യുന്നതിന് റെസിസ്റ്റ് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് മ്യൂ ഇൻറ്റു സമ്മേഷൻ W ആണ്. ദ ലാറ്ററൽ ഫോഴ്സ് കോസിംഗ് ദ സ്ലൈഡിങ് ഈസ് KA ഗാമ H² by 2. അപ്പം ഏത് ഫോഴ്സ് ആയി സ്ലൈഡിങ് കൊണ്ടുവരുന്നത്? ആ ലാറ്ററലി ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണെന്ന് ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താ? KA ഗാമ H² by 2 എന്നുള്ളതല്ലേ. സ്ലൈഡിങ് കൊണ്ടുവരുന്ന ആ ഫോഴ്സ് എന്ന് പറയുന്നത് KA ഗാമ H² by 2. ഇപ്പം ഫുൾ ഹൈറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ H തന്നെ എടുക്കണം. KA ഗാമ ക്യാപിറ്റൽ H² by 2. ഓക്കെ, ഫുൾ ഹൈറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട്. ഓക്കെ, അപ്പൊ ആ ഫുൾ ഹൈറ്റ് ക്യാപിറ്റൽ H ആവും. ടോട്ടൽ ഇപ്പം ഇതിന്റെ കേസ് മാത്രമാണെങ്കിൽ സ്മോൾ h എന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കാം. ഇവിടെ വരച്ച ഫിഗർ സ്മോൾ h വെച്ചിട്ടാണ്. ക്യാപിറ്റൽ H ആണ് ശരിക്കും അതിന്റെ ഫുൾ ഹൈറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുമ്പോൾ ആ ഫ്രിക്ഷണൽ ഫോഴ്സ് കൺസിഡർ ചെയ്യുമ്പോൾ എടുക്കേണ്ടത്. അപ്പൊ ക്യാപിറ്റൽ H എന്ന് പറയുമ്പോൾ ഓവറോൾ ഹൈറ്റ്. അപ്പൊ KA ഗാമ H² by 2. ഓക്കെ, നമ്മൾ ആ ഫിഗർ വരച്ചിരുന്നു അല്ലെ. K ഇൻറ്റു ഗാമ H ആണ് ബോട്ടത്തിൽ വരുന്ന പ്രഷർ, ഹൈറ്റ് H ആണ്. അപ്പൊ അതിന്റെ ഏരിയ ആണ് ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലെ. ഹാഫ് ഇൻറ്റു അതിന്റെ ഹൈറ്റ് ഇൻറ്റു അതിന്റെ ബേസ്, KA ഇൻറ്റു ഗാമ H ചെയ്ത് കഴിഞ്ഞാൽ KA ഗാമ H² by 2 എന്നുള്ളതാണ് നമുക്ക് PA ന്റെ വാല്യൂ കിട്ടുക. ഓക്കെ, ഈ ലാറ്ററൽ ഫോഴ്സ്, അതായത് ആ മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി കൊണ്ടുവരുന്ന ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് KA ഗാമ H² by 2 എന്നുള്ളതാണ്. Then factor of safety against sliding is given as, factor of safety against sliding is given as mu into summation W by KA gamma H² by 2. അപ്പൊ ഇവിടെയും ഏത് വരെ ആയിരിക്കണം കൂടുതൽ വരേണ്ടത്? റെസിസ്റ്റൻസ് ആയിരിക്കണം കൂടുതൽ വരേണ്ടത്. ഇതിനെ സ്ലൈഡ് ചെയ്യിക്കാനുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് KA gamma H² by 2 ആണെങ്കിൽ mu into summation of W ആയിരിക്കണം കൂടുതൽ വരേണ്ടത്. അപ്പൊ കോഡ് എന്താ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ക്ലോസ് 20.2 സ്ലൈഡിങ്ങിന്റെ കേസ് പറയുന്നുണ്ട്. The structure shall have a factor against sliding of not less than 1.4 under the most adverse combination of the applied characteristic forces. In this case, only 0.9 times the characteristic dead load shall be taken into account. ഇപ്പോൾ ഡെഡ് ലോഡ് ആണ് എടുക്കുന്നതെങ്കിൽ അതിന്റെ ആ ടോട്ടൽ ഡെഡ് ലോഡിന്റെ 0.9 ടൈംസ് എടുക്കാൻ പാടുള്ളൂ. എന്നാൽ ആ ഫാക്ടർ എന്ന് പറയുന്നത് ആ സ്ലൈഡിങ്ങിനെതിരെയുള്ള ആ ഒരു ഫാക്ടർ, അതായത്
റെസിസ്റ്റ് ചെയ്യുന്ന ആ ഫോഴ്സ് ഡിവൈഡഡ് ബൈ, അത് റെസിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഡെഡ് ലോഡ് കാരണമാണ് അത് റെസിസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ അതിന്റെ 0.9 ടൈംസ് എടുക്കണം. അപ്പൊ 0.9 ഇൻറ്റു സമ്മേഷൻ W ഇൻറ്റു മ്യൂ എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ നമ്മളെ ലാറ്ററൽ ഫോഴ്സ് K ഇൻറ്റു ഗാമ h²/2 എന്ന് പറയുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 1.4 അതിലധികമോ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതിൽ കുറവാണെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. സ്ലൈഡിങ്ങിന്റെ കേസിൽ അത് സേഫ് അല്ല എന്നുള്ളതാണ് കോഡ് പറയുന്നത്. ഓക്കെ, അപ്പം ദെൻ ഫാക്ടർ ഓഫ് സേഫ്റ്റി അഗൈൻസ്റ്റ് സ്ലൈഡിംഗ് ഈസ് ഗിവൺ ആസ് ഫാക്ടർ ഓഫ് സേഫ്റ്റി ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു സമ്മേഷൻ W. ഓക്കെ, അതായത് റെസിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സ് ഡിവൈഡഡ് ബൈ അവിടെയുള്ള ആക്ച്വൽ വരുന്ന ലാറ്ററൽ ഡയറക്ഷനിൽ വരുന്ന സൈഡ് വേസ് മൂവ് ചെയ്യാൻ ടെൻഡൻസി കൊണ്ടുവരുന്ന ഫോഴ്സ് K ഗാമ h²/2 ക്യാപിറ്റൽ H ആണ്. ഓക്കെ, ഡിവൈഡ് ബൈ 2. അപ്പം ഇതിന്റെ വാല്യൂസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. മ്യൂ ഇൻറ്റു സമ്മേഷൻ W ഇൻറ്റു അതിന്റെ 0.9 ടൈംസ് എടുക്കണം. ഓക്കെ, അതുപോലെ K ഗാമ h²/2 എടുക്കണം. ദാറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1.4 എന്നുള്ളതാണ്. ഈ റേഷ്യോ പ്രകാരം 1.4 അല്ലെങ്കിൽ അതിലോ അധികമോ നമുക്ക് കിട്ടണം. അഥവാ ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് സ്ലൈഡിങ്ങിനെതിരെ സേഫ് അല്ല എന്നുള്ളതാണ് അർത്ഥാക്കുന്നത്. അപ്പൊ നമ്മൾ സ്ലൈഡിങ്ങിന്റെ കേസ് ചെക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ 0.9 ഇൻറ്റു മ്യൂ ഇൻറ്റു സമ്മേഷൻ W ചെയ്യുക, ഡിവൈഡ് ബൈ K ഗാമ h²/2 ചെയ്യുക. എന്നിട്ട് എത്രയാണോ ആ വാല്യൂ വരുന്നത് അത് 1.4നേക്കാളും കൂടുതലോ അല്ലെങ്കിൽ 1.4 എങ്കിലും മിനിമം വരുന്നുണ്ടോ നോക്കുക. കേസ് അങ്ങനെ വന്നില്ലെങ്കിൽ നമ്മൾ അതിനെ സ്ലൈഡിങ്ങിനെ റെസിസ്റ്റ് ചെയ്യാൻ പാകത്തിന് വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് സ്ട്രക്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. If the factor of safety against sliding comes out to be less than 1.4, അതായത് ഇപ്പം ആ ഇക്വേഷൻ പ്രകാരം കിട്ടുന്ന ഫാക്ടർ ഓഫ് സേഫ്റ്റി 1.4നേക്കാളും കുറവ് വരികയാണെങ്കിൽ then a shear key may be provided. അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ ഷിയർ കീ പ്രൊവൈഡ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഷിയർ കീ പ്രൊവൈഡ് ചെയ്യാം. ഇതിപ്പോ റീറ്റൈനിങ് വാൾ ആണെങ്കിൽ ആ റീറ്റൈനിങ് വാളിന്റെ ബോട്ടത്തിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഡെപ്തും കൂടി എന്ത് ചെയ്യാം, നമുക്ക് അഡീഷണൽ കൺസ്ട്രക്ട് ചെയ്യാം. ഈ താഴോട്ടേക്ക് കൺസ്ട്രക്ട് ചെയ്യുന്ന ഈ അഡീഷണൽ പോർഷൻ പറയുന്ന പേരാണ് ഷിയർ കീ. അപ്പൊ ഇത് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ സ്ലൈഡ് ചെയ്ത് പോവാണല്ലോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സ്ലൈഡ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ അഡീഷണലി ഇങ്ങനെ ഒരു പോർഷനും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പുറത്തെ സൈഡിൽ സോയിൽ എന്ത് ചെയ്യും, പ്രഷർ ഇങ്ങോട്ടേക്ക് പ്രൊവൈഡ് ചെയ്യും. അതായത് പാസീവ് ആയിട്ടുള്ള ഒരു എർത്ത് പ്രഷർ ഈ ഒരു ഷിയർ കീയിലൂടെ ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യും. അപ്പൊ സ്ലൈഡ് ചെയ്ത് പോകുന്ന ടെൻഡൻസിക്കെതിരെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഇവിടെ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സ്ലൈഡിംഗ് എന്ന് പറയുന്ന ടെൻഡൻസി നിൽക്കാൻ നമ്മൾ ഇതുപോലെ ഷിയർ കീ പ്രൊവൈഡ് ചെയ്താൽ സാധിക്കും, നിർത്താൻ നമുക്ക് സാധിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഈ സ്ലൈഡിങ്ങിന്റെ കേസിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ 1.4നേക്കാളും കുറവ് വന്നു കഴിഞ്ഞാൽ ആ ചെക്ക് ചെയ്യുന്നത് 1.4നേക്കാളും കുറവ് വന്നാൽ നമ്മൾ ഷിയർ കീ പ്രൊവൈഡ് ചെയ്യുന്നു. Okay, then a shear key may be provided as shown in figure. This shear key increases the resistance against sliding as the passive earth pressure developed on the shear key provides additional resistance against sliding. അപ്പൊ ഈ ഷിയർ കീ എന്താ ചെയ്യുന്നത്, ആ സ്ലൈഡിങ്ങിനെ റെസിസ്റ്റ് ചെയ്യും. അതെങ്ങനെയാ റെസിസ്റ്റ് ചെയ്യുന്ന, ഈ ഷിയർ കീയിലൂടെ അഡീഷണലി ഒരു പാസീവ് എർത്ത് പ്രഷറും കൂടി സ്ലൈഡിങ്ങിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ വരുന്നുണ്ടെന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ കേസ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യത്തെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഓവർ ടേണിങ്ങിന്റെ കേസാണ് സ്റ്റെബിലിറ്റി ചെക്കില്. രണ്ടാമത്തത് സ്ലൈഡിങ്ങിന്റെ കേസാണ്. അപ്പൊ ഈ രണ്ട് കേസിലും 1.4നേക്കാളും കൂടാൻ പാടില്ല എന്നുള്ളതാണ് ആ പറഞ്ഞിരിക്കുന്ന റേഷ്യോ അല്ലെ. കുറയാൻ പാടില്ല എന്നുള്ളതാണ്. 1.4നേക്കാളും കുറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പോകണം, അല്ലെങ്കിൽ അതിനെ സേഫ് ആക്കി നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. സേഫ് അല്ല ഓൾറെഡി എന്നുള്ള അതിന്റെ മീനിങ്. 1.4നേക്കാളും കൂടുതലാണെങ്കിൽ നമുക്ക് ഹെൻഡ് സേഫ് എന്ന് പറഞ്ഞിട്ട് തന്നെ എടുത്തു പോരാം. ഇനി മൂന്നാമത്തത് ഫെയിലിയർ ഓഫ് ദ അണ്ടർ സോയിൽ, അതായത് സേഫ് ബിയറിംഗ് കപ്പാസിറ്റിന്റെ കേസിലുള്ള ചെക്കാണ്. അപ്പൊ ഇവിടെ ദ ബേസ് വിഡ്ത്ത് ഓഫ് ദ റീറ്റൈനിങ് വാൾ ഈസ് ഡിസൈൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ മാക്സിമം ബേസ് പ്രഷർ ഓൺ ദ അണ്ടർ സോയിൽ ഡ്യൂ ടു ലോഡ് ഡിസ്ട്രിബ്യൂഷൻ മസ്റ്റ് നോട്ട് എക്സീഡ് ദ സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് ദ സോയിൽ. ഇൻ അഡീഷൻ ടു ദാറ്റ് ഇറ്റ് ഈസ് ടു ബി എൻഷുർഡ് ദാറ്റ് നോ ടെൻഷൻ ഈസ് ഡെവലപ്ഡ് എനിവെയർ ഓൺ ദ സെക്ഷൻ. ദ റിസൾട്ടന്റ് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ അണ്ടർ ദ ബേസ് സ്ലാബ് ഈസ് ഷോൺ ഇൻ ഫിഗർ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ബേസ് വിഡ്ത്ത് പ്രൊവൈഡ് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ ഈ റീറ്റൈനിങ് വാളിന്റെ ബേസ് സ്ലാബിന്റെ വിഡ്ത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ട് അത് ആ വരുന്ന ലോഡിനെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള രീതിയിലായിരിക്കണം ആ ബേസ് വിഡ്ത്ത് ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, നമ്മൾ ആ പ്രോപ്പർ വിഡ്ത്ത് അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ സേഫ് ബിയറിംഗ് കപ്പാസിറ്റിനേക്കാളും ചിലപ്പം കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ നമ്മളിവിടെ ചെയ്യുന്നതൊക്കെ എന്ന് പറഞ്ഞാല് ആ ബേസ് വിഡ്ത്തൊക്കെ നമ്മളൊരു തമ്പ് റൂൾ വെച്ചിട്ട് അസ്യൂം ചെയ്യുന്നത് അല്ലെ. നമ്മൾ ഇപ്പം ടോട്ടൽ ഹൈറ്റിന്റെ ഇത്ര മുതൽ ഇത്ര വരെ ബേസ് സ്ലാബിന്റെ വിഡ്ത്ത് കൊടുക്കാന്നൊക്കെ പറഞ്ഞ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ കൊടുത്തിരിക്കുന്ന വിഡ്ത്ത്
ആ വരുന്ന ലോഡിനെ പ്രോപ്പർ ആയിട്ട് സോയിലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പാകത്തിനാണോ, അതായത് ഏതെങ്കിലും സാഹചര്യത്തിൽ അത് സേഫ് ബിയറിംഗ് കപ്പാസിറ്റിനേക്കാളും കൂടുതൽ വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ കൊടുത്തിരിക്കുന്ന ബേസ് വിഡ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് സേഫ് ബിയറിംഗ് കപ്പാസിറ്റിനേക്കാളും കൂടാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ അത് ചെക്ക് ചെയ്യണം. സേഫ് ബിയറിംഗ് കപ്പാസിറ്റി വെച്ച് കമ്പയർ ചെയ്യണം ആ ബേസ് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ എവിടെയും ടെൻഷൻ വന്നിട്ടില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. അപ്പൊ ടെൻഷൻ എന്തായാലും വരില്ല. ടെൻഷൻ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോയില് ഈ റീറ്റൈനിങ് വോളിനെ താഴോട്ട് പിടിച്ചു വലിക്കുന്ന കേസ് എന്തായാലും വരില്ലല്ലോ, അല്ലെ? താഴോട്ടേക്ക് പിടിച്ചു വലിക്കില്ല. സോയിൽ എന്താ ചെയ്യുക, ആ വരുന്ന പ്രഷറിന് മേലോട്ടേക്കല്ലേ ഒപ്പോസ് ചെയ്യുക. അപ്പം എന്തായാലും കംപ്രഷൻ തന്നെ വരുള്ളൂ. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അതായത് ഇൻ കേസ് എന്തെങ്കിലും താഴോട്ടേക്ക് മൂവ് ചെയ്ത് പോകാനുള്ള എന്തെങ്കിലും ടെൻഡൻസി ഉണ്ടാവോ എന്നുള്ളത് മാത്രം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. നോർമലി അവിടെ ടെൻഷൻ വരില്ല. സോയിലിന്റെ കേസിൽ എപ്പോഴും ആ വരുന്ന വെയിറ്റിനനുസരിച്ച് സോയിൽ ഒപ്പോസ് ചെയ്തുകൊണ്ടായിരിക്കുക. ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും പ്രഷർ ഉണ്ടാവുക, കംപ്രഷൻ തന്നെയായിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ആ ബേസ് പ്രഷർ മൈനസ് ആവുന്നില്ല എന്ന് നമ്മൾ നോക്കിയാൽ മതി. അപ്പൊ സോയിലിൽ വരുന്ന ആ ബേസ് പ്രഷർ പ്ലസിലാണ് വാല്യൂ ഉള്ളതെങ്കിൽ അവിടെ കംപ്രഷൻ തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇൻ കേസ് അവിടെ നോർമലി കംപ്രഷൻ ഫോഴ്സ് ആയതുകൊണ്ടാണ് പ്ലസിൽ വരുന്നത്. ഇൻ കേസ് അതിലെന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അവിടെ ടെൻഷൻ വരുന്നതാണ് അതിന്റെ മീനിങ്. പക്ഷെ നമുക്ക് 99.9% ടെൻഷൻ വരില്ല. ജസ്റ്റ് ചെക്ക് ചെയ്ത് കാണിച്ചാൽ മാത്രം മതി. ദ റിസൾട്ടന്റ് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ അണ്ടർ ദ ബേസ് സ്ലാബ് ഈസ് ഷോൺ ഇൻ ഫിഗർ. അപ്പൊ ഇതാണ് ബേസ് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. നമ്മൾ നേരത്തെ കാണിച്ച അതേ ഫിഗർ തന്നെയാണ്. അപ്പൊ ഈ രീതിയിൽ വരുന്ന ബേസ് പ്രഷർ, അതായത് Pmax എന്ന് പറയുന്ന വാല്യൂ സേഫ് ബിയറിംഗ് കപ്പാസിറ്റിനേക്കാളും കുറവാണെന്നുള്ളതും അതുപോലെ P മിനിമം എന്ന് പറയുന്ന വാല്യൂ പോസിറ്റീവ് ആണെന്നുള്ളതുമാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ കംപ്രഷൻ തന്നെയാണ്, അതായത് ടെൻഷൻ വരുന്നില്ല എന്നുള്ള കേസും. Pmax എന്ന് പറയുന്നത് സേഫ് ബിയറിംഗ് കപ്പാസിറ്റിനെ കുറവാണെങ്കിൽ ഇവിടെ വരുന്ന മാക്സിമം പ്രഷർ എന്ന് പറയുന്നത് സേഫ് ബിയറിംഗ് കപ്പാസിറ്റിനേക്കാളും കുറവായതുകൊണ്ട് അത് ഓക്കെ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇനി Pmaxും P മിനിമം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. Pmax is equal to summation W/B into 1 plus 6C/B. P മിനിമം സെയിം തന്നെയാണ്, ഇവിടെ പ്ലസിന് പകരം മൈനസ് വരും. സമ്മേഷൻ W എന്താന്നുള്ളത് നിങ്ങൾക്ക് അറിയാം, ടോട്ടൽ വെയിറ്റ് ആണ്. അതായത് ബേസ് സ്ലാബിന്റെയും സ്റ്റെമ്മിന്റെയും അതുപോലെ ആ സോയിലിന്റെയും ഹീൽ സ്ലാബിൽ റെസ്റ്റ് ചെയ്യുന്ന സോയിലിന്റെ വെയിറ്റ് ആണ് W. സമ്മേഷൻ W എന്ന് പറയുന്നത്. B എന്ന് പറയുന്ന ബേസ് സ്ലാബിന്റെ വിഡ്ത്ത് ആണ്. ഓക്കെ, നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്ന ബേസ് സ്ലാബിന്റെ വിഡ്ത്ത് ആണ്. ഇൻറ്റു 1 plus 6C എന്ന് പറയുന്ന എക്സെൻട്രിസിറ്റി ആണ്. B ബേസ് സ്ലാബിന്റെ വിഡ്ത്ത് ആണ്. അപ്പൊ എക്സെൻട്രിസിറ്റി മാത്രമാണ് ഇപ്പൊ നമുക്ക് ഇതിൽ അറിയാത്തതുള്ളൂ. അപ്പൊ എക്സെൻട്രിസിറ്റി എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ നോക്കണം. ഹിയർ E is the eccentricity of the resultant load and can be obtained as below. അപ്പൊ എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ആക്ച്വലി ഇപ്പം ആ ഒരു ബേസ് സ്ലാബിന്റെ സെൻട്രോയിഡിൽ നിന്ന് ലോഡിന്റെ സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. നമ്മൾ നോർമലി എടുക്കുന്ന പോലെ തന്നെ എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ട്രക്ചറിന്റെ സെന്ററിന് ആ ലോഡ് ആക്ട് ചെയ്യുന്ന കറസ്പോണ്ടിങ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എക്സെൻട്രിസിറ്റി. അത് തന്നെയാണ് ഇവിടെയും. ഈസ് എക്സെൻട്രിസിറ്റി ഓഫ് റിസൾട്ടന്റ് ലോഡ് ആൻഡ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ആസ് ബിലോ. അപ്പൊ അതെങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ മൊമെന്റ് ടോ ആൻഡ് എ, അതായത് ടോട്ടൽ മൊമെന്റ് ടോ ആൻഡ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഓവർ ടേണിംഗ് മൊമെന്റ് വരുന്നുണ്ടെന്ന് നമുക്കറിയാം ആ ടോ എൻഡിലേക്ക്. അതുപോലെ തന്നെ അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന മൊമെന്റ് വരുന്നുണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ റെസിസ്റ്റ് ചെയ്യുന്ന മൊമെന്റ് ആയിരിക്കണം നമുക്ക് കൂടുതൽ വേണ്ടത്. റെസിസ്റ്റ് ചെയ്യുന്ന മൊമെന്റിന്റെ 0.9 ടൈംസ് എടുക്കുമ്പോൾ അത് ഓവർ ടേണിംഗ് മൊമെന്റിനേക്കാൾ 1.4 ടൈംസ് കൂടുതൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കൺസെപ്റ്റ്. ഓക്കെ, അപ്പം റെസ്റ്റിംഗ് മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റിംഗ് മൊമെന്റ് അബൌട്ട് എ മൈനസ് ഓവർ ടേണിംഗ് മൊമെന്റ് അബൌട്ട് എ എടുക്കാം. അതാണ് ടോട്ടൽ മൊമെന്റ് എന്ന് പറയുന്നത്. MR MOയും നമുക്കറിയാം. അപ്പൊ MR മൈനസ് MO ചെയ്യാം. ഓക്കെ, അതുപോലെ ടോട്ടൽ വെർട്ടിക്കൽ ലോഡ് അതായത് സമ്മേഷൻ W നമുക്കറിയാം. അത് കിട്ടിക്കഴിഞ്ഞാൽ MR മൈനസ് M0 ഡിവൈഡ് ബൈ സമ്മേഷൻ W ചെയ്ത് കഴിഞ്ഞാൽ X ബാർ നമുക്ക് കിട്ടും. X ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ടന്റ് ഫോഴ്സിന്റെ ലൊക്കേഷൻ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്, ടോ എൻഡ് നിന്ന് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് കിട്ടും. X ബാർ കിട്ടും. X ബാർ കിട്ടിക്കഴിഞ്ഞാൽ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് B/2 അതായത് ബേസിന്റെ ഹാഫ് നിന്ന് അല്ലെ, ബേസ് സ്ലാബിന്റെ ആ വിഡ്ത്തിന്റെ ഹാഫ് നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണെന്നുള്ളതാണ് എക്സെൻട്രിസിറ്റി. അപ്പൊ മൈനസ് X ബാർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് E കിട്ടും. E/2 മൈനസ് X ബാർ. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ആ ഫിഗർ കാണിച്ചൊന്ന് പറയാം. ഇപ്പം X ബാർ എന്ന് പറയുന്നത് ഇപ്പം ഇവിടെ ഈ സോയിലിന്റെ ഫോഴ്സ് ഉണ്ടാവും, ഇതിന്റെ ഓൺ വെയിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പം ജസ്റ്റ് ഇവിടെയാണ് നിങ്ങൾക്ക് ഈ റിസൾട്ടന്റ് ഫോഴ്സ് വരുന്നതെന്ന് വിചാരിച്ചു. റിസൾട്ടന്റ് ഫോഴ്സ് ഞാനിവിടെ ഈ കേഴ്സർ വെച്ച് മാർക്ക് ചെയ്യുന്ന ഈ ഒരു പൊസിഷനിലാണ് വരുന്നതെങ്കിൽ ഓക്കെ, ഈ ടോ എൻഡ് നിന്ന് ആ കേഴ്സർ വെച്ച ഈ ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും X ബാർ എന്ന് പറയുന്നത്. എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് ഇത് ബേസിന്റെ വിഡ്ത്താണ് B.
ഓക്കെ, അതിന്റെ സെന്റർ വരുന്നത് എവിടെയാണോ അവിടുന്ന് ഈ എക്സ് ബാറിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഇ എന്ന് പറയുന്ന എക്സെൻട്രിസിറ്റി. ഓക്കെ, അപ്പൊ ആ ഇ ആണ് നമ്മൾ ഇവിടെ ഇക്വേഷൻ പ്രകാരം കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പൊ ഇ എന്ന് പറയുന്നത് b/2 മൈനസ് എക്സ് ബാർ. അത് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇക്വേഷനിൽ കൊണ്ടുവന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് പി മാക്സും പി മിനിമം കിട്ടും. പി മാക്സും പി മിനിമം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പി മാക്സ് സൈഡ് ബിയറിംഗ് കപ്പാസിറ്റിനേക്കാളും കുറവാന്നുള്ളതും പി മിനിമം പോസിറ്റീവ് ആണെന്നുള്ളതും നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പം ഈ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചോളണം എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യാൻ MR മൈനസ് MO ഡിവൈഡഡ് ബൈ സമ്മേഷൻ W ആണ്. ഓക്കെ, അപ്പൊ എക്സ് ബാർ കിട്ടിക്കഴിഞ്ഞാൽ b/2 മൈനസ് എക്സ് ബാർ ചെയ്ത് കഴിഞ്ഞാൽ എക്സെൻട്രിസിറ്റി നമുക്ക് കിട്ടും. എക്സെൻട്രിസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പി മാക്സ് ആൻഡ് പി മിനിമം കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് സ്റ്റെബിലിറ്റി ചെക്ക് വരുന്നത്. സ്റ്റെബിലിറ്റി ചെക്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, ഒന്ന് അതിന്റെ ഓവർ ടേണിങ്ങിന്റെ കേസ് ചെക്ക് ചെയ്യണം. അപ്പൊ ഓവർ ടേണിംഗ് മൊമെന്റ് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ റെസിസ്റ്റിംഗ് മൊമെന്റും കണ്ടുപിടിക്കണം. റെസിസ്റ്റിംഗ് മൊമെന്റ് 0.9 ടൈംസ് ഡിവൈഡ് ബൈ ഓവർ ടേണിംഗ് മൊമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ 1.4 അതിലധികമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അത് ഓവർ ടേണിങ്ങിനെതിരെ സേഫ് ആണ്. സ്ലൈഡിങ്ങിന്റെ കേസിലും അതുപോലെ സേഫ് ആയിരിക്കണം. അതായത് നമ്മളിപ്പോ കണ്ടുപിടിക്കേണ്ടത് ലാറ്ററൽ ഫോഴ്സ് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ്, അതായത് റെസിസ്റ്റ് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് Q ഇൻറ്റു സമ്മേഷൻ W, അതിന്റെ 0.9 ടൈംസ് എടുക്കുക ഡിവൈഡ് ബൈ ലാറ്ററൽ ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതും 1.4 അതിലധികം ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സേഫ് ആണെന്ന് പറയാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഷിയർ കീ പ്രൊവൈഡ് ചെയ്തിട്ട് സ്ലൈഡിങ്ങിന്റെ കേസിൽ സേഫ് ആക്കണം എന്നുള്ളതാണ്. ഷിയർ കീ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ താഴോട്ട് നിൽക്കുന്ന പോർഷനിൽ പാസീവ് എർത്ത് പ്രഷർ വരുമ്പോൾ സ്ലൈഡിങ്ങിനെ ഒപ്പോസ് ചെയ്യുക. മൂന്നാമത്തത് സോയിലിന്റെ കേസാണ്. ഫെയിലിയർ ഓഫ് ദ അണ്ടർ സോയിൽ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പി മാക്സ് ആൻഡ് പി മിനിമം കാൽക്കുലേറ്റ് ചെയ്തിട്ട് പി മാക്സ് എന്ന് പറയുന്ന സേഫ് ബെയറിംഗ് കപ്പാസിറ്റിനേക്കാളും കുറവാന്നുള്ളതും പി മിനിമം എന്ന് പറയുന്ന പോസിറ്റീവ് വാല്യൂ തന്നെയാണെന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. പി മാക്സ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൽ ഈ കണ്ടുപിടിക്കേണ്ട എങ്ങനെയാണെന്ന് ഇവിടെ പറഞ്ഞു.